നമസ്കാരം എല്ലാവർക്കും ആവറേജ് കൺസ്യൂമറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് സുജയ്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഹോണ്ടയുടെ ഹോർണറ്റ് 2.0 ആണ്. ഇത് എൻ്റെ സ്വന്തം വണ്ടി തന്നെയാണ്. ഞാൻ ഏകദേശം 720 കിലോമീറ്ററോളം ഒരു വണ്ടി ഓടിച്ചു. അതിനുശേഷം ഈ ഒരു വണ്ടിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. പിന്നെ മറ്റു വണ്ടികളെല്ലാം ഒഴിച്ചു നിർത്തി എന്തുകൊണ്ട് ഞാൻ ഈ ഒരു ഹോർണറ്റ് 2.0 എടുത്തു. പ്രത്യേകിച്ചും എൻ്റെ അടുത്ത് മുന്നേ ഉണ്ടായിരുന്നത് CBR 250 ആയിരുന്നു. അതിനെ ഒഴിച്ചു നിർത്തിക്കൊണ്ട് എന്തിനാണ് ഞാൻ ഈ ഒരു വണ്ടി എടുത്തത് എന്നുള്ളതും ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. ഹോണ്ടയ്ക്ക് ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ CB190R എന്ന് പറയുന്ന ഒരു മോഡലുണ്ട്. ആ ഒരു മോഡലിൻ്റെ ഇന്ത്യൻ വേർഷനാണ് ഈ ഒരു ഹോർണറ്റ് 2.0 എന്നുള്ളത്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പഴയ ഹോർണറ്റുമായിട്ട് പേരിൻ്റെ കാര്യത്തിലും ടെയിൽ സെക്ഷൻ്റെ കാര്യത്തിലും മാത്രമേ ഈ ഒരു വണ്ടിക്ക് സാമ്യമുള്ളൂ. ബാക്കിയെല്ലാം ഒരു കംപ്ലീറ്റ്ലി ന്യൂ ഡിസൈൻ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ന്യൂ ബൈക്കാണെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ആ ഒരു വണ്ടിയിൽ വന്നിട്ടുള്ള ആനോഡൈസ്ഡ് USD ഫോക്ക്, അതായത് ഗോൾഡൻ കളർ വരുന്ന ആ ഒരു USD ഫോക്ക്. ഷോവ എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഈ ഒരു ഫോക്ക് നിർമ്മിച്ചിരിക്കുന്നത്. അതും സ്പോർട്സ് ബൈക്കുകളെല്ലാം ഷോക്ക് നിർമ്മിച്ചു കൊടുക്കുന്ന ആ ഒരു വലിയ കമ്പനിയാണ് ഷോവ എന്ന് പറയുന്നത്. ആ ഒരു ഷോവയുടെ സസ്പെൻഷൻ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു വണ്ടിയിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യം തന്നെയാണ്. ടോട്ടലി വണ്ടിയുടെ ഡിസൈൻ നല്ല രസമുണ്ട്. ഒരു കുഞ്ഞു ബൈക്കായിട്ടാണ് തോന്നുന്നത്. ബാക്കിലെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് അതിൻ്റെ ആ ഒരു എക്സ് ഷേപ്പ്ഡ് ആയിട്ടുള്ള ആ ഒരു ടെയിൽ ലൈറ്റ് നമ്മുടെ പഴയ ഹോർണറ്റിൽ നിന്ന് എടുത്തത് തന്നെയാണ്. പിന്നെ ഫുള്ളി LED ലൈറ്റുകളാണ് ഈ ഒരു വണ്ടിയിൽ വരുന്നത്. അതിൽ ഇൻഡിക്കേറ്റർ നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഫുള്ളി LED ആണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. വളരെ ചെറിയ LED ലൈറ്റുകളാണ് ഈ ഒരു വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ഹോണ്ടയുടെ ബാഡ്ജിങ് വരുന്നുണ്ട് ആ ഒരു സ്കൂപ്പിൽ, അതും വളരെ ഭംഗിയിൽ കൊടുത്തിട്ടുണ്ട്. ഈ വണ്ടിയുടെ ഒരു പ്രധാന ഫീച്ചർ അല്ലെങ്കിൽ ഒരു പ്രധാന ഐ ക്യാച്ചി ആയിട്ടുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ആ ഫ്രണ്ടിൽ വരുന്ന ആ ഒരു USD ഫോക്ക് തന്നെയാണ്. ഇൻ്റർനാഷണൽ മാർക്കറ്റിലുള്ള ആ ഒരു CB190R എന്നുള്ള അതേ പേരിൽ തന്നെ ഹോണ്ട ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഈ ഒരു ഹോർണറ്റ് 2.0 അവതരിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് നമ്മുടെ റോഡിൽ കാണുന്നതിനേക്കാൾ 10-20 മടങ്ങ് ഹോർണറ്റ് 2.0 കാണാമായിരുന്നു. ആ ഒരു പേരിൻ്റെ കാര്യത്തിൽ ഹോണ്ടയ്ക്ക് ചെറിയൊരു പാളിച്ച പറ്റിയ രീതിയിൽ എനിക്ക് തോന്നി. കാരണം ഞാനും ഈ ഒരു ഹോർണറ്റ് 2.0 എന്നുള്ളൊരു പേര് കണ്ട സമയത്ത് ഇത് ഹോർണറ്റിൻ്റെ സെക്കൻഡ് വേർഷനാണ് എന്നാണ് കരുതുന്നത്. ഞാൻ എൻ്റെ ലിസ്റ്റിൽ ഈ ഒരു വണ്ടി ഉൾപ്പെടുത്തിയിട്ട് പോലും ഇല്ലായിരുന്നു. പിന്നെ ജസ്റ്റ് ഒരു ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത സമയത്താണ് ഈ വണ്ടിയുടെ ക്യാരക്ടർ പഴയ ഹോർണറ്റുമായിട്ട് യാതൊരു സാമ്യമില്ല എന്നുള്ളതും കംപ്ലീറ്റ്ലി ന്യൂ ഡിസൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്, കംപ്ലീറ്റ്ലി ന്യൂ ആയിട്ടുള്ളൊരു വണ്ടിയാണ് ഹോണ്ട കൊണ്ടുവന്നുള്ളതെന്നുള്ളത് മനസ്സിലായത്. ഈ ഒരു വണ്ടി ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ട്. ഹോർണറ്റ് എന്ന് കാണുന്ന സമയത്ത് പലരും ഇതൊരു 160cc വണ്ടിയാണെന്ന് കരുതുന്നുണ്ട്. അതിൻ്റെ അടിയിൽ ആ ഒരു വേർഷൻ 2 എന്നുള്ള 2.0 എന്ന് കാണുന്ന സമയത്തും പലരും ഇതൊരു 200cc വണ്ടിയാണെന്നും തെറ്റിദ്ധരിക്കുന്നുണ്ട്. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാട്ടോ അതൊക്കെ. അതിനുശേഷം റിവ്യൂസ് കാണുന്ന സമയത്തും പല യൂട്യൂബേഴ്സും ഇതിനെ RTR 200 ആയിട്ടും അല്ലെങ്കിൽ NS 200 ആയിട്ടൊക്കെയാണ് താരതമ്യം ചെയ്യുന്നത്. ഇത് ശരിക്കും ഒരു 200cc വണ്ടിയുമായിട്ട് കിടപിടിക്കുന്ന രീതിയിലുള്ള വണ്ടിയല്ല. ഇത് 160cc പവറാണോ എന്ന് ചോദിച്ചാൽ അതുമല്ല, 200cc പവർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അത്ര ഇല്ലേനും. അതിൻ്റെ രണ്ടിൻ്റെയും നടുവിൽ വരുന്ന രീതിയിലുള്ള ഒരു വണ്ടിയാണ്. ഫ്രണ്ടിൽ ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും വീതി കൂടിയിട്ടുള്ള 110 സെക്ഷൻ ടയറാണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത്. പെറ്റൽ ഡിസ്ക് 276 mm ആണ്. പെറ്റൽ ഡിസ്ക് ഓൾറെഡി നമുക്കറിയാം ഹീറ്റ് ഡിസിപ്പേഷൻ നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു ഡിസ്ക്കാണ്. അതിൻ്റെ കൂടെ ഹബ്ലെസ് ആണ് ഡിസൈൻ വരുന്നത്. അതുകൊണ്ട് വീണ്ടും കൂളിംഗ് എഫിഷ്യൻസി ഈ ഒരു ഡിസ്കിന് കൂടുന്നുണ്ട്. സസ്പെൻഷൻ വരുന്നത് ഷോവയാണ്. ഷോവ എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് സ്പോർട്സ് സെഗ്മെൻറ്റ്, അതായത് സൂപ്പർ ബൈക്കുകളിൽ സസ്പെൻഷൻ നിർമ്മിച്ച് കൊടുക്കുന്ന ഒരു കമ്പനിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെഗ്മെൻറ്റിൽ ഇത്രയും നല്ലൊരു സസ്പെൻഷൻ ഹോണ്ട കൊണ്ടുവരിക എന്ന് പറയുന്നത് വളരെ നല്ല കാര്യമായിട്ട് തോന്നുന്നുണ്ട്. ഷോവയുടെ സസ്പെൻഷൻ്റെ വർക്ക് നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അതിന് പുറമെ ഈ ഒരു വണ്ടിയുടെ ലുക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് ഈ സസ്പെൻഷൻ നല്ല രീതിയിൽ പങ്ക് വഹിച്ചിട്ടുണ്ട്. ബാക്കിലെ ടയർ വരുന്നത് 140 സെക്ഷനാണ്. അതും ഈ ഒരു സെഗ്മെൻറ്റിലെ ഏറ്റവും വീതി കൂടിയ ടയറാണ്. ബാക്കിലെ ഡിസ്ക് 220 mm ആണ്. അതും പെറ്റൽ ഡിസ്ക്കാണ് ഹബ്ലെസോട് കൂടെ. നിസിൻ കാലിപ്പറാണ് വരുന്നത് ഫ്രണ്ടിലും ബാക്കിലും. അതും ഒരു ഗോൾഡൻ കളറാണ് ഈ ഒരു കാലിപ്പറിന് കൊടുത്തിട്ടുള്ളത്. അതും വണ്ടിയുടെ ആ ഒരു ലുക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് ഈ ഒരു കാലിപ്പറൊക്കെ നല്ല രീതിയിലുള്ള പങ്ക് വഹിച്ചിട്ടുണ്ട്. വണ്ടിയുടെ സൈലൻസർ വളരെ ചെറിയ സൈലൻസറാണ്. കാണാൻ നല്ല ഭംഗിയുണ്ട്. അത്ര ബേസി ആയിട്ടുള്ള സൗണ്ടൊന്നല്ല അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നല്ല സ്വീറ്റ് ആയിട്ടുള്ളൊരു സൗണ്ടായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ അവിടെയും കാണാൻ നിങ്ങൾക്കൊരു സിൽവർ കളറിലുള്ള ഒരു ചെറിയ ലൈനുകൾ, അതും വണ്ടിയുടെ ആ ഒരു ലുക്ക് എൻഹാൻസ് ചെയ്യാനായിട്ട് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ NS 200 ചെറിയൊരു സാമ്യമുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക്. അടിയിൽ കാണുന്ന 2 സ്ട്രിപ്പുകൾ DRLകളാണ്. വീഡിയോയിൽ കാണാൻ അത്ര ഒരു ക്ലിയർ ഇല്ലെങ്കിലും ശരിക്ക് നമ്മൾ ഡയറക്റ്റ് കാണുന്ന സമയത്ത് നല്ല വിസിബിലിറ്റി തരുന്നുണ്ട്. അത് ഇൻഡിക്കേറ്ററുകളെല്ലാം LED ആണ്. ഇൻഡിക്കേറ്ററും ടെയിൽ ലൈറ്റും എല്ലാ ബൾബുകളും ഈ വണ്ടിയിൽ വരുന്നത് LED ആണ്. ഇൻഡിക്കേറ്ററിൽ സിംഗിൾ ബൾബ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ എന്നുള്ളത് ചെറിയൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. കാരണം നല്ല സൺലൈറ്റ് കണ്ടീഷൻ ആണെന്നുണ്ടെങ്കിൽ അത് ബാക്കിലെ വണ്ടികൾക്ക് ക്യാച്ച് ചെയ്യാനായിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഈ വണ്ടിയിൽ പിന്നെ ഹസാർ ലൈറ്റ് വരുന്നുണ്ട്. ഹസാറിൻ്റെ സ്വിച്ചെല്ലാം ഇൻബിൽട്ട് ആയിട്ട് തന്നെയാണ് ഹോണ്ട കൊടുത്തുള്ളത്. ബാക്കിലെ ടൈൽ ലൈറ്റ് ഷേപ്ഡ് ആണ്. ഹോർണറ്റിൻ്റെ ആ ഒരു സെയിം ലൈറ്റ് തന്നെയാണ് ഈ ഒരു വണ്ടിക്ക് വന്നിട്ടുള്ളത്.
ഇനി ഈ വണ്ടിയുടെ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുന്ന സമയത്ത് ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഒരു എതിരാളി എന്ന് പറയുന്നത് യമഹയുടെ MT-15 ആണ്. MT-15 18.4 bhp പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, 14 Nm ടോർക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഹോർണറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 1.5 bhpയോളം പവർ MT-യേക്കാളും കുറവാണ്. 17 bhp ആണ് ഈ ഒരു വണ്ടി പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ടോർക്കിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ 2.2 Nm ടോർക്ക് ഹോർണറ്റ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ടോർക്ക് ഈ ഒരു വണ്ടിയുടെ ക്യാരക്ടറിൽ നല്ല രീതിയിൽ മാറ്റം വരുത്തുന്നുണ്ട്. MT-15 വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഇനീഷ്യലായിട്ടുള്ള ആ ഒരു പിക്കപ്പും സഡൻ ആക്സലേഷനും ഹോർണറ്റിന് നല്ല രീതിയിൽ ഒരു ഇനീഷ്യൽ അല്ലെങ്കിൽ ഒരു മിഡ് റേഞ്ച് പഞ്ച് MT-യേക്കാൾ കൂടുതൽ കൊടുക്കുന്നുണ്ടെങ്കിലും 1.5 bhpയും അതുപോലെ VVA ടെക്നോളജിയും ടോപ്പ് സ്പീഡിൻ്റെ കാര്യത്തിൽ, അതായത് 100 km സ്പീഡിൻ്റെ മുകളിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് ജയിക്കുന്നത് തീർച്ചയായിട്ടും MT-15 തന്നെയാണ്. ഇനിയിപ്പോൾ സീറ്റിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ സ്പ്ലിറ്റ് സീറ്റാണ്, അത്ര സോഫ്റ്റും അല്ല ഹാർഡും അല്ല, അതിന് രണ്ടിൻ്റെ ഇടയിൽ വരുന്ന രീതിയിലുള്ളൊരു സീറ്റാണ് ഈ വണ്ടിക്ക് വന്നുള്ളത്. ഹാൻഡിൽ ബാർ ആണെന്നുണ്ടെങ്കിൽ നോർമലി സ്ട്രീറ്റ് ഫൈറ്റർക്ക് വരുന്ന രീതിയിലുള്ള അത്ര വലിയൊരു ഹാൻഡിൽ ബാറൊന്നുമല്ല, ലെങ്ത്ത് കുറഞ്ഞിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ്. ടാങ്കിൻ്റെ ആ ഒരു ഭാഗവും നല്ല രീതിയിലൊരു മസ്കുലർ ഫീലിംഗ് വണ്ടിക്ക് കൊടുക്കുന്നുണ്ട്. സ്പ്ലിറ്റ് സീറ്റ് ആണെങ്കിൽ പോലും പില്ലിയന് നല്ല രീതിയിലൊരു കംഫർട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു ഗ്രാബ് റെയിലും വണ്ടിയിലുണ്ട്. സാരികാറിൻ്റെ ഭാഗത്തേക്ക് വരികയാണെങ്കിൽ ഇപ്രാവശ്യം ഹോണ്ട കുറച്ച് ശ്രദ്ധ ആ ഭാഗത്ത് ചെലുത്തിയിട്ടുണ്ട്. കാരണം മുന്നേ CBR ആയിരുന്ന സമയത്ത് CBRൻ്റെ സാരികാർഡ് പക്ക അഗ്ലി ലുക്കായിരുന്ന ഒരു വണ്ടീൻ്റെ ആ ഒരു ക്യാരക്ടർ വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്രാവശ്യം ഹോണ്ട അത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അതിൻ്റെ സൗണ്ട് ഒന്ന് കേൾക്കാം. ഇനി നമുക്ക് കുറച്ച് നേരം വണ്ടി ഓടിച്ചുകൊണ്ട് സംസാരിക്കാം. വണ്ടിയുടെ സ്വിച്ച് ഗിയർ എല്ലാം നല്ല രീതിയിലുള്ളൊരു ക്വാളിറ്റിയുള്ള സ്വിച്ചുകൾ തന്നെയാണ്. ഹോണ്ടയ്ക്ക് കൊടുക്കാൻ മടിയുള്ളൊരു സ്വിച്ചായിരുന്നു ആ ഒരു കിൽ സ്വിച്ച് ഇപ്രാവശ്യം സ്കൂട്ടറുകൾക്ക് വരെ BS6 ആയപ്പോൾ ഹോണ്ട കൊടുത്തു വരുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയിൽ ഹസാർഡ് സ്വിച്ച് വരുന്നുണ്ട്. ഹസാർഡ് സ്വിച്ച് വരുന്നത് നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം നമ്മൾ രണ്ടാമത് ആഫ്റ്റർ മാർക്കറ്റിൽ നിന്ന് കയറ്റേണ്ട ഒരു ആവശ്യം ഈ വണ്ടിയിൽ വരുന്നില്ല. പിന്നെ നോർമലായിട്ടുള്ള സ്വിച്ച് ഗിയർ തന്നെയാണ് വരുന്നത്. സ്വിച്ച് ഗിയറിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു കൺഫ്യൂഷൻസും ഇല്ല. ഇനി ഈ ഒരു ലുക്ക് എന്ന് പറയുന്നത് വണ്ടിയുടെ അപാരം തന്നെയാണ്. കാരണം വലിയൊരു വണ്ടി ഓടിക്കുന്ന ഒരു ഫീലാണ് ഈ ഒരു ഭാഗത്ത് നിന്ന് നോക്കുന്ന സമയത്ത് കിട്ടുന്നത്. ആ ഒരു ഡിസ്പ്ലേ യൂണിറ്റ് ആണെങ്കിലും അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും അതിൽ കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ വിസിബിളുമാണ്. ക്യാമറയിൽ അത്ര ഒരു ക്ലിയർ അല്ലെങ്കിൽ പോലും നമ്മൾ ഡയറക്റ്റായിട്ട് നോക്കുന്ന സമയത്ത് നല്ല രീതിയിൽ വിസിബിൾ തന്നെയാണ് ആ ഒരു ഡിസ്പ്ലേൻ്റെ ഭാഗം. ഈ വണ്ടിയിൽ കൊടുത്തിരിക്കുന്ന ഒരു ഷോവ സസ്പെൻഷൻ അത്ര സോഫ്റ്റ് ഒന്നല്ല. അത്യാവശ്യം നമ്മുടെ കയ്യിലേക്ക് ആ ഒരു കുഴിൻ്റെ ഒക്കെ ഒരു എഫക്റ്റ് കിട്ടുന്നുണ്ട്. എന്നാലും അത്ര വലിയ രീതിയിലൊന്നല്ല, അത്യാവശ്യം കിട്ടുന്നുണ്ട്. പക്ഷേ അത് ഈ ഒരു വണ്ടിയുടെ ക്യാരക്ടർ വെച്ച് നോക്കുന്ന സമയത്ത് ഈ വണ്ടിയുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് പക്കാ ഒരു സ്ട്രീറ്റ് ഫൈറ്ററാണ്. അതുപോലെ തന്നെ ഒരു ഫൺ ടു ഡ്രൈവ് മോട്ടോർ സൈക്കിളാണ്. അങ്ങനെ നോക്കുന്ന സമയത്ത് അതിൻ്റെ സസ്പെൻഷൻ ഈ രീതിയിൽ തന്നെയാണ് വേണ്ടത്. സസ്പെൻഷൻ്റെ ഫീൽ ശരിക്കും കിട്ടാനായിട്ട് ചെറിയ റോട്ടിലൂടെ ഒന്ന് ഓടിച്ചു നോക്കി. അത്യാവശ്യം കുണ്ടും വീഴില്ല, വലിയ രീതിയിൽ കയ്യിലേക്ക് കിട്ടുന്നുണ്ട് എന്ന് പറയാൻ വയ്യ. എന്നാലും ചെറിയ രീതിയിൽ നമ്മൾ അറിയാണ്ട് പോകുന്നില്ല. കുണ്ടും കുഴികളും കുറച്ചൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് തന്നെയാണ് പോകുന്നത്. പക്ഷേ അത് കോർണറിങ്ങിൻ്റെ കാര്യത്തേക്കും അല്ലെങ്കിൽ ഹൈവേയിൽ പോകുന്ന സമയത്ത് നമ്മളെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഒരു വണ്ടിയുടെ വെയിറ്റ് 142 കിലോ ആണ്. ആ ഒരു വെയിറ്റ് കുറയുന്നതുകൊണ്ട് ഈ വണ്ടിക്ക് ഒരുപാട് അഡ്വാൻറ്റേജസ് വരുന്നുണ്ട്. കാരണം എപ്പോഴും നമ്മുടെ എൻജിന് മാക്സിമം ലോഡ് കുറയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അതുകൊണ്ട് ആ ഒരു കാര്യം ഹോണ്ട നല്ല രീതിയിൽ ഈ ഒരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഈ വണ്ടിയുടെ ഒരു പ്രധാന പ്രത്യേകത ഞാൻ പറഞ്ഞുതരാം. ഈ വണ്ടിക്ക് ടോർക്ക് വളരെ കൂടുതലാണ്. നല്ല ടോർക്കി ആയിട്ടുള്ള എഞ്ചിനാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും കുറഞ്ഞ സ്പീഡിലും ഏറ്റവും ചെറിയ സ്പീഡിലും 5th ഗിയറിൽ ക്രൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാം 27 km സ്പീഡിൽ നമുക്ക് 5th ഗിയറിൽ പോകാൻ പറ്റുന്നുണ്ട്. ആ ഒരു സ്പീഡിലും ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് യാതൊരു നോക്കിങ്ങും ചെയിൻ അടിക്കുന്ന സൗണ്ടൊന്നും ഇല്ലാതെ തന്നെ മുന്നിലേക്ക് പോകുന്നുണ്ട്. ഇനി നമ്മൾ വെയിറ്റിൻ്റെ കാര്യം പറഞ്ഞു, 142 കിലോ ആണ്. ഈ 142 കിലോ ആയതുകൊണ്ട് വണ്ടിക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട്. എഞ്ചിന് സ്ട്രെസ്സ് കുറയുന്നുണ്ട്, ഒരുപാട് വെയിറ്റ് താങ്ങേണ്ട ആവശ്യം വരുന്നില്ല, മൈലേജ് കൂടുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ ഈ ഒരു വണ്ടിക്ക് വരുന്നൊരു പ്രശ്നമാണ്, അതായത് വെയിറ്റ് കുറഞ്ഞ വണ്ടികൾക്ക് വരുന്നൊരു പ്രശ്നമാണ് ബൗൺസിങ്. ഹൈ സ്പീഡിൽ പോകുന്ന സമയത്ത് നല്ല ബൗൺസിങ് ഉണ്ടാവും. അതുപോലെ തന്നെ നല്ല രീതിയിൽ നമ്മൾ കോർണർ ചെയ്യുന്ന സമയത്ത് വണ്ടി സ്കിഡായി പോകാനും അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി കുറയാനുള്ള ഒരു ചാൻസ് ഉണ്ട്. ആ ഒരു ചാൻസ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് തോന്നുന്നു ഹോണ്ട ആ ഒരു ഷോവയുടെ അപ്സൈഡ് ഡൗൺ സസ്പെൻഷൻ ഈ ഒരു വണ്ടിക്ക് കൊടുത്തുള്ളത്. അത്യാവശ്യം സ്റ്റിഫ്, അതായത് മോഡറേറ്റ് സ്റ്റിഫ് എന്ന് വേണമെങ്കിൽ പറയാം, ആ രീതിയിലുള്ള സസ്പെൻഷനാണ് ഈ വണ്ടിക്ക് വന്നുള്ളത്.
പക്ഷേ ആ ഒരു സസ്പെൻഷനാണ് ഈ ഒരു വണ്ടിയുടെ ഹാൻഡ്ലിങ്ങിൽ നല്ല രീതിയിലുള്ളൊരു പങ്ക് വഹിച്ചിട്ടുള്ളത്. എത്ര ഹൈ സ്പീഡിൽ പോയാലും ഈ ഒരു വണ്ടിക്ക് ബൗൺസിങ് വരുന്നില്ല, നല്ല രീതിയിൽ കോൺഫിഡൻസ് തരുന്നുണ്ട്. നമുക്ക് വീണ്ടും വീണ്ടും സ്പീഡ് കൂട്ടാനുള്ളൊരു പ്രവണതയാണ് ഈ ഒരു വണ്ടി തന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ടൗണിലൂടെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈൻ ചേഞ്ച് ചെയ്ത് പോകാനൊക്കെ വളരെ സിമ്പിളാണ്. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആ ഒരു ആക്ഷൻ വണ്ടി തരുന്നുണ്ട്. ഇനിയിപ്പോൾ കോർണർ ചെയ്യുന്ന സമയത്താണെങ്കിലും നമ്മൾ സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് കോർണർ വരാൻ വേണ്ടി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് ഈ വണ്ടി ഓടിക്കുമ്പോൾ. അത്രയും സിമ്പിളാണ് കോർണർ ചെയ്യാനൊക്കെ. ചോരത്തളപ്പുള്ള പിള്ളേരെന്നൊക്കെ പറയില്ലേ, ആ ഒരു ക്യാരക്ടറാണ് ഈ ഒരു വണ്ടിക്ക് വന്നുള്ളത്. എന്തും ചെയ്യാൻ റെഡിയാണ്. ആക്സിലേറ്റർ കൊടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് അതിൽ നിന്ന് കൈയെടുക്കാൻ തോന്നില്ല, അത് ആക്സിലേറ്റർ കൊടുത്തുകൊണ്ടേയിരിക്കാൻ തോന്നും. എത്ര സ്പീഡാണെങ്കിൽ പോലും നമുക്ക് വീണ്ടും വീണ്ടും കൊടുക്കാനുള്ള ഒരു പ്രവണതയാണ് ഈ ഒരു വണ്ടി തന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ കോർണറിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ കോൺഫിഡൻസ് തരുന്നുണ്ട്. കോർണർ ചെയ്യാനാണെങ്കിലും അതും അധികം ഗിയർ ഷിഫ്റ്റ് ഒന്നും ഇല്ലാണ്ട് നമുക്ക് യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനും ഈ ഒരു വണ്ടി റെഡിയാണ്. 5th ഗിയറിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 27-28 കിലോമീറ്റർ സ്പീഡിലും 5th ഗിയറിൽ വണ്ടി ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ 5th ഗിയറിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒരു വണ്ടിയെ ഓവർടേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൗൺ ഷിഫ്റ്റിങ്ങിൻ്റെ ഒരു ആവശ്യം ഈ ഒരു വണ്ടിയിൽ വരുന്നില്ല. ജസ്റ്റ് ഒന്ന് ആക്സിലേറ്റർ ബ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി റെഡിയാണ് കുതിച്ചു പോയാൻ. ടോർക്കിൻ്റെ ഒരു അതിപ്രസരം ഈ വണ്ടീൻ്റെ എല്ലാ ഗിയറിലും നമുക്ക് കിട്ടുന്നുണ്ട്. 3rd ഗിയറിൽ മാത്രം ലേശം ഒരു ഡൗൺ ആണെന്നൊരു സംശയം തോന്നി. 1st 2nd എടുത്ത് പറയേണ്ട ആവശ്യമില്ല, വളരെ ടോർക്കയാണ്. 4th 5th ആണെങ്കിൽ തന്നെ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഗിയർ ഡൗൺ ചെയ്യണം എന്നുള്ള ആ ഒരു തോന്നൽ ഈ വണ്ടിയിൽ നിന്ന് കിട്ടുന്നില്ല. പിന്നെ എഞ്ചിൻ്റെ കാര്യം എടുത്ത് പറയേണ്ട ആവശ്യമില്ല, ഹോണ്ടയാണ്. ഹോണ്ടയുടെ പക്കാ റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിൻ തന്നെയാണ് ഈ ഒരു വണ്ടിയിലും വന്നുള്ളത്. 8000 RPM മുകളിലേക്ക് പോകുന്ന സമയത്ത് ചെറിയ രീതിയിൽ വൈബ്രേഷൻ വരുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അതും വൈബ്രേഷൻ തുടങ്ങുകയാണ് കേട്ടോ 8000 RPM. അതുവരെ പക്കാ സ്മൂത്ത് തന്നെയാണ്. ഗിയർ ബോക്സിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഒരു 100 കിലോമീറ്ററിൽ എനിക്ക് തോന്നുന്നു ഗിയർ ബോക്സിൻ്റെ ഭാഗത്തുനിന്ന് വലിയൊരു പ്രതീക്ഷ എനിക്ക് ഉണ്ടായിരുന്നില്ല. ഹോണ്ടയുടെ ഗിയർ ബോക്സ് അല്ലേന്ന് തന്നെ എനിക്ക് തോന്നി. അതിനുശേഷം ആ ഒരു ഹോണ്ട DNA ഗിയർ ബോക്സിൻ്റെ ഭാഗത്തുനിന്നും എനിക്ക് നല്ല രീതിയിൽ തന്നെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പ് ഷിഫ്റ്റ് ആണെങ്കിലും ക്വിക്ക് ഷിഫ്റ്റ് ആണെങ്കിലും ഡൗൺ ഷിഫ്റ്റ് ആണെങ്കിലും നല്ല രീതിയിൽ നമുക്ക് കോൺഫിഡൻസ് തരുന്ന രീതിയിൽ തന്നെയാണ് ഈ ഒരു വണ്ടി വരുന്നത്. ഞങ്ങൾക്ക് ആ സ്പീഡോമീറ്ററിൽ നോക്കിയാൽ കാണാം വണ്ടി എത്ര ക്വിക്കായിട്ടാണ് കയറി പോകുന്നത് എന്നുള്ളത്. ഈ ഒരു വണ്ടിക്ക് എന്തും ചെയ്യാൻ മടിയില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്ത് ചെയ്യാനാണെങ്കിലും റെഡിയാണ്. കോർണറിങ് ആണെങ്കിലും ഹൈ സ്പീഡ് ആണെങ്കിലും ഇനിയിപ്പോൾ സ്ലോ സ്പീഡിൽ നിങ്ങൾക്ക് റൈഡ് ആസ്വദിച്ച് പോകാനാണെങ്കിലും അതിനെല്ലാം ഈ ഒരു വണ്ടി എപ്പോഴും റെഡി ആയിട്ടാണ് നിൽക്കുന്നത്. ഇനി ബ്രേക്കിൻ്റെ ഭാഗത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല കോൺഫിഡൻസ് തരുന്ന ബ്രേക്ക് തന്നെയാണ് ഫ്രണ്ടിലാണെങ്കിലും ബാക്കിലാണെങ്കിലും. ഫ്രണ്ടിൽ മാത്രമാണ് ABS വരുന്നത്, ബാക്കിൽ ABS വരുന്നില്ല എന്നുള്ളത് നല്ല രീതിയിലൊരു പോരായ്മയായിട്ട് എനിക്ക് തോന്നി. കാരണം 161 വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് വരുന്നത്. ആ ഒരു പ്രൈസിൽ ബാക്കിൽ ABSഉം കൂടെ കൊടുക്കാമായിരുന്നു. കാരണം ബാക്കിലെ ബ്രേക്ക് പിടിക്കുന്ന സമയത്ത് നമുക്ക് ലേശം കോൺഫിഡൻസ് നഷ്ടപ്പെടുന്ന രീതിയിൽ തോന്നുന്നുണ്ട്. വണ്ടി സ്റ്റോപ്പ് ആവുന്നുണ്ട്, അതെല്ലാം ഓക്കെയാണ്. പക്ഷേ നല്ല രീതിയിൽ ഹാർഡായിട്ട് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി സ്കിഡ് ആവുന്നൊരു പ്രവണത വരുന്നുണ്ട്. അത് ഒഴിച്ച് നിർത്തി കഴിഞ്ഞാൽ വണ്ടിക്ക് നല്ല രീതിയിൽ കോൺഫിഡൻസ് തരുന്ന ഈ ഒരു വണ്ടിയുടെ പവറിന് അനുയോജ്യമായിട്ടുള്ള ഒരു ബ്രേക്ക് തന്നെയാണ് ഹോണ്ട കൊടുത്തുള്ളത്. ഇനി ഞാൻ ഈ വണ്ടി എന്തുകൊണ്ട് എടുത്തു എന്ന് ഞാൻ പറഞ്ഞുതരാം. CBR ഉണ്ടായിരുന്നു. CBR സിറ്റി യൂസിന് തീരെ പറ്റാത്തൊരു വണ്ടിയാണ്. ഇനീഷ്യൽ ടോർക്ക് തീരെ ഇല്ലാത്തൊരു വണ്ടി ആയതുകൊണ്ട് തന്നെയാണ് ഞാനൊരു വണ്ടി കൊടുക്കാൻ കാരണം ഞാൻ ഇനി മുതൽ സിറ്റിയിലായിരിക്കും വണ്ടി യൂസ് ചെയ്യുന്നത്. ചെറിയ രീതിയിലുള്ള കമ്മ്യൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ട് എനിക്ക് ഏറ്റവും സ്യൂട്ടായിട്ടുള്ളൊരു വണ്ടി ഇതാണെന്ന് തോന്നി. ഇത് വാങ്ങാൻ പോയ സമയത്ത് എനിക്ക് കമ്പാരിസണിൽ ഉണ്ടായിരുന്നൊരു വണ്ടി MT-15 ആണ്. MT-15 പില്യൻ സീറ്റ് കംഫർട്ട് വളരെ കുറവാണെന്നുള്ളതുകൊണ്ടാണ് ഞാൻ ആ ഒരു വണ്ടി മെയിനായിട്ട് നോക്കാതിരുന്നത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇനീഷ്യലായിട്ടുള്ള ആ ഒരു പഞ്ചും മിഡ് റേഞ്ച് ടോർക്കും മിഡ് റേഞ്ച് പവറും എല്ലാം ഏറ്റവും കൂടുതൽ കിട്ടുന്നത് MT-യേക്കാളും എനിക്ക് ഓടിച്ചു നോക്കിയ സമയത്ത് ഹോർണറ്റിനാണെന്ന് തോന്നി. അതുപോലെ തന്നെ സസ്പെൻഷൻ്റെ പെർഫോമൻസും നല്ല രീതിയിൽ നമുക്ക് MT-യേക്കാളും കുറച്ചും കൂടി ഒരു മുൻതൂക്കം ഹോർണറ്റിന് കൊടുക്കുന്നുണ്ട്. വിലയുടെ കാര്യത്തിലാണെങ്കിലും 6000-7000 രൂപയോളം കുറവ് ഹോർണറ്റിന് തന്നെയാണ്. ബൈക്കുകൾക്കെല്ലാം BS6 എഞ്ചിന് വന്നതോടുകൂടി ഒരുപാട് വണ്ടികൾ അണ്ടർ പവേർഡ് ആയിട്ടുണ്ട്, പ്രത്യേകിച്ച് 150cc സെഗ്മെൻറ്റിലെ വണ്ടികൾ. അതുകൊണ്ട് തന്നെ 150cc-യേക്കാളും അത്യാവശ്യം പവർ ആവശ്യമുണ്ട്. എന്നാൽ 200cc-യുടെ അത്രയും പവർ ആവശ്യമില്ല എന്ന് തോന്നുന്ന ആളുകൾക്ക് പറ്റിയിട്ടുള്ള നല്ലൊരു ചോയ്സാണ് ഈ ഒരു ഹോണ്ട ഹോർണറ്റ് 2.0 എന്നുള്ളത്. അത്യാവശ്യം ഫ്യൂൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബൈക്ക് തന്നെയാണ് ഈ ഒരു 2.0 എന്നുള്ളത്. ഏകദേശം ഒരു 45-43 ആ ഒരു റേഞ്ച് എങ്ങനെയായാലും നമുക്ക് മിക്സഡ് കണ്ടീഷനിൽ ഈ വണ്ടിയിൽ നിന്ന് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഒരു ഹോണ്ട ഹോർണറ്റിനെ കുറിച്ച് എനിക്ക് നിങ്ങളുമായി ഷെയർ ചെയ്യേണ്ടായിരുന്നത്. ഇനി നമുക്ക് ഈ വണ്ടിയുടെ ഒരു നൈറ്റ് ലൈറ്റ് പെർഫോമൻസ് കൂടെ കണ്ട ശേഷം വീഡിയോ അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് മറ്റൊരു ദിവസം വീണ്ടും കാണാം. എല്ലാവർക്കും നമസ്കാരം.